എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റെഞ്ചിയുടെ അറ്റാക്കിൽ നമ്മുടെ ഇച്ചിഗോ അവൻ തെറിച്ചുപോയി ഒരു ചുമര് തകർത്ത് അങ്ങനെ വീണ് കിടക്കുകയാണ്. റെഞ്ചിയുടെ വാക്കുകളിൽ നിന്ന് ഇച്ചിഗോയ്ക്ക് മനസ്സിലാവും ഇതാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പവർഫുള്ളായ പഞ്ചെന്ന്. ഇച്ചിഗോയുടെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ചോര തുളുമ്പുന്നുണ്ട്. പക്ഷേ എന്റെ കോൺഫിഡൻസിനും ആത്മവിശ്വാസത്തിനും യാതൊരു കുറവുമില്ല. ഇച്ചിഗോ അവനങ്ങനെ ടെററായിട്ട് എഴുന്നേറ്റ് വരികയാണ്. ഇച്ചിഗോ ആണെങ്കിൽ അവനോട് പറയും, നിന്റെ ഈ പവറുകൾ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാനാവില്ല. നിന്റെ പവർഫുള്ളായ പവറിന് പോലും എന്റെ ദേഹത്ത് കേവലം കുറച്ച് പരിക്കുകൾ മാത്രമാണ് പറ്റിക്കാൻ കഴിഞ്ഞത്. എന്റെ ഫൈറ്റിംഗ് സ്കില്ല് അതിപ്പോ ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് നീ അറിയാൻ പോവാണെന്ന് പറഞ്ഞ് ഇച്ചിഗോ റാഞ്ചി അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. അത് കണ്ട് കൺട്രോൾ പോയ റാഞ്ചി ആണെങ്കിൽ അവന്റെ പുതിയ വെപ്പൻ അത് കുറെ കൂടെ ലെങ്തിലും ഡെപ്തിലും ആഞ്ഞ് ഹീറോയ്ക്ക് നേരെ വീശി ഫ്ലൈ ചെയ്ത് വരികയാണ്. റഞ്ചി ആണെങ്കിൽ സബിമാരു ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവന് നേരെ പാഞ്ഞടുക്കും. അതിനുശേഷം രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. റാഞ്ചിക്കാണെങ്കിൽ ഓപ്പൺ വേൾഡിൽ അവന്റെ പവർ അത് 5 മടങ്ങ് കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പക്ഷേ ഇവിടെ 5 മടങ്ങ് കൂടുതലായിട്ട് അവനെ കൊണ്ട് അവന്റെ പവർ ഉപയോഗിക്കാൻ കഴിയും. ആ പവർ വെച്ചാണ് അവനിപ്പോ ഇച്ചിഗോയെ നേരിടുക. അതുമാത്രമല്ല, ഇച്ചിഗോയുടെ ബോഡിയിൽ ഇതിനോടകം തന്നെ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ക്ഷീണത്തിലും തളർച്ചയിലും പരുക്കളുടെ വേദനയിലും ഒക്കെ തന്നെ ഹീറോ അവൻ കുറേശ്ശെ തളരാനായിട്ട് തുടങ്ങും. പക്ഷെ അപ്പോഴും ദുഃഖിയെ രക്ഷിക്കാനുള്ള അവന്റെ മനസ്സിലെ ദൃഢനിശ്ചയം അത് അവനെ വിട്ടുപോയിട്ടില്ല. അതിന്റെ ഒരു പ്രത്യേകതര സ്പാർക്ക് അത് പവറായി മാറി. ഹീറോ ആണെങ്കിൽ റാഞ്ചിയുടെ എല്ലാ അറ്റാക്കിനെയും പ്രിവെന്റ് ചെയ്ത് അവനെ അങ്ങനെ തട്ടി നീക്കി മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതിനുശേഷം വീണ്ടും അവർ രണ്ടുപേരും ഒരു റൂഫിന്റെ മുകളിലേക്ക് വന്ന് ഫൈറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ലേഡി സോൾ റീപ്പറിനെയും ഒരു വെള്ളമുടിയൻ സോൾ റീപ്പറിനെ ആയിരിക്കും കാണിക്കുക. ആ ലേഡി ആണെങ്കിൽ റാഞ്ചിയുടെ ലൂട്ടനന്റ് ബാഡ്ജും അവന്റെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. മീറ്റിംഗിന്റെ ഇടയിൽ തന്നെ റാഞ്ചി അവൻ എസ്കേപ്പ് ആയിരുന്നു. ഞാൻ അവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കി, അവിടെ ഇത് മാത്രമാണ് കാണാൻ സാധിച്ചത്. റാഞ്ചി ഇപ്പോ അവന്റെ റൂമിലില്ല. അത് കേട്ട് ആ വെള്ളമുടിയൻ കീപ അവനാണെങ്കിൽ ആ ബാഡ്ജിലേക്ക് സൂക്ഷിച്ചു നോക്കും. നീ ഈ കാര്യം മാസ്റ്ററിനോട് പറഞ്ഞോ? അതിനവള് പറയും, അയ്യോ ഇല്ല, ഇത് ഞാൻ മാസ്റ്ററിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും റാഞ്ചിക്ക് പണിഷ്മെന്റ് കിട്ടും. അതെനിക്ക് കാണാൻ വയ്യ. പക്ഷെ എന്നെ കൊണ്ട് ഈ കാര്യം ക്യാപ്റ്റൻ ഐസോയെ അറിയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാനിത് അറിഞ്ഞിട്ട് അദ്ദേഹത്തോട് ഇൻഫോം ചെയ്തിട്ടില്ല എങ്കിൽ പണിഷ്മെന്റ് കിട്ടുന്നത് അത് തീർച്ചയായിട്ടും എനിക്കായിരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഇച്ചിഗോയും റാഞ്ചിയും അവർ രണ്ടുപേരും ഇത് ചെയ്ത് അവിടെയുള്ള ബിൽഡിങ്ങും റൂഫുകളും എല്ലാം തന്നെ തകർത്തിട്ടിരിക്കുകയാണ്. ഒരു വലിയ പഞ്ച് അതിപ്പോ റാഞ്ചി ഇച്ചിഗോയ്ക്ക് നേരെ പ്രയോഗിക്കും. ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അതിനെ തടയാണ്. അതിനുശേഷം റാഞ്ചി വീണ്ടും അവന്റെ മെയിൻ സമ്പത്തു അതെടുത്ത് ഇച്ചിഗോയുടെ അടുത്തേക്ക് വന്ന് അവന്റെ നേർക്ക് ആഞ്ഞു വീശും. ഹീറോ ആണെങ്കിൽ ആ ഒരു അറ്റാക്ക് ഡൗട്ട് ചെയ്ത് ഇപ്പോ അവന്റെ തൊട്ടടുത്തേക്ക് പാഞ്ഞടുക്കും. ഹീറോ അവന്റെ സമ്പത്തു മുകളിലേക്ക് ഉയർത്തി അവനെ വെട്ടാനായിട്ട് ആഞ്ഞു വീശുമ്പോഴേക്കും ജസ്റ്റ് മിസ്സിന് റാഞ്ചി അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇച്ചിഗോയുടെ സ്ക്വാഡിനെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ അവനെ തെറിപ്പിച്ച് താഴെയിടും. കൺട്രോൾ പോയ റാഞ്ചി ആണെങ്കിൽ ആ ഒരു സ്ക്വാഡ് എടുത്ത് അവൻ ആഞ്ഞു വെട്ടുകയാണ്. ചോര തുളുമ്പി നമ്മുടെ ഹീറോ അവൻ വേദനയിൽ നിലവിളിക്കും. അത് കണ്ട് റാഞ്ചിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഹ്യൂമൻ വേൾഡിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ നിന്നെ കൊണ്ട് ഈ സോൾ സൊസൈറ്റിയിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. എന്റെ പവറിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെ ഒരു ദുർവിധി വന്നതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് വരും. ഇവിടെ നമ്മുടെ ഹീറോ ഇച്ചിഗോയും അവനും തിരിച്ചറിയും റാഞ്ചിയുടെ പവർ അത് അവൻ കരുതിയതുപോലെ അല്ല എന്ന്. ഇച്ചിഗോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ റാഞ്ചി അവൻ വീണ്ടും സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വെട്ടും. നിന്നെ കൊണ്ട് റൊക്കിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ അലറും. ഇവിടെ നമ്മുടെ ബ്രോ അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഇച്ചിഗോയുടെ കാറ്റ് പോയെന്ന് കരുതി ബ്രദർ ഓടി അടുക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് നമ്മുടെ ഹീറോ അവൻ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹീറോ കണ്ണടച്ച് ഒരു സെക്കൻഡ് ഒരഹരയായിട്ട് ട്രെയിനിങ് എടുത്ത കാര്യം അത് ആലോചിക്കും. ഒരഹര അവൻ വമ്പ ഫോഴ്സിൽ നമ്മുടെ ഇച്ചിഗോയെ കൊല്ലാൻ തന്നെ ശ്രമിച്ചു. പക്ഷെ ഇച്ചിഗോ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ അറ്റാക്കുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരഹരയെ തോൽപ്പിച്ചു. റോക്കിയെ രക്ഷിക്കാനുള്ള ഉറപ്പായിട്ടുള്ള അവന്റെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഒരഹരയുടെ ഓരോ അറ്റാക്കിൽ നിന്നും ഹീറോ രക്ഷപ്പെട്ട് അവനെ തിരികെ അറ്റാക്ക് ചെയ്തത്. ഒരഹരയാണെങ്കിൽ ഹീറോയോട് തീർത്തു പറയും, സമ്പത്തുവിന്റെ സ്പെഷ്യൽ ടെക്നിക്ക് അത് മനസ്സിലാക്കിയ ഒരിക്കലും അത്ര പെട്ടെന്ന് നിന്നെ ആർക്കും തോൽപ്പിക്കാനോ ഡിഫീറ്റ് ചെയ്യാനോ കഴിയില്ല. പക്ഷേ ഹീറോയ്ക്കാണെങ്കിൽ അതിന് കഴിയില്ല. അവൻ പേടിച്ച് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കും. ഓരോ അറ്റാക്കിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയല്ലാതെ തിരികെ അറ്റാക്ക് ചെയ്യാനോ സമ്പത്തുവിന്റെ പവർ അത് റിലീസ് ചെയ്യാനോ അവൻ തയ്യാറാവില്ല. ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഡിസപ്പോയിന്റഡ് ആവും. യു ആർ
അൺബിലീവബിൾ. നീ ഇങ്ങനെ പോവാണെങ്കിൽ ഉറപ്പായാലും നിനക്ക് ആ സോൾ സൊസൈറ്റിയിലേക്ക് പോയാൽ വിജയിക്കാനായിട്ട് കഴിയില്ല. നിനക്ക് എല്ലാത്തിനോടും പേടിയാണ്. സമ്പത്ത് യൂസ് ചെയ്യാൻ പേടിയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാണ്. നീ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാണ്. സോ ഇതുപോലെ പേടിച്ചിരുന്ന നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. നീ നിന്റെ ഓപ്പണന്റിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നല്ല, മറിച്ച് അവനെ കൊല്ലുക എന്ന് വേണം ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കാൻ. എങ്കിലും മാത്രമേ നിന്റെ ആഗ്രഹപ്രകാരം റുഖയെ അവളെ നിനക്ക് തിരികെ പിടിക്കാനാവൂ. ഇനിയെങ്കിലും നീ ഇത് മനസ്സിലാക്കണം. ഉടനെ ഉരഹരയാണെങ്കിൽ ആളുടെ സ്ക്വാഡിങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഒരു സ്പെഷ്യൽ ടെക്നിക്ക് അവിടെ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഇച്ചിഗോ അവൻ ഉരഹര പറഞ്ഞ കാര്യങ്ങൾ കേട്ടും ആള് ചെയ്ത കാര്യങ്ങൾ കണ്ടും അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോയാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞാൻ എഴുന്നേറ്റ് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റുക്കയ്ക്ക് അവളുടെ ജീവൻ നഷ്ടമാകും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്റെ കടമയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വാശിയും ദേഷ്യവും എല്ലാം തന്നെ കൂട്ടിക്കൊണ്ടുവരും. ഹീറോ ഇച്ഛുകയാണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവന്റെ സോൾ എനർജി അതിനങ്ങനെ റിലീസ് ചെയ്ത് മാസ്റ്റർ ഉറഹറ ആളുടെ സ്ക്വാഡ് കൊണ്ട് എന്ത് പവർ ക്രിയേറ്റ് ചെയ്തോ അതേ പവർ തന്നെ അവന് ക്രിയേറ്റ് ചെയ്യാണ്. ഉറഹറയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. സെക്കൻഡുകൾ കൊണ്ട് ഹീറോ ആ ഒരു ടെക്നിക്ക് പഠിച്ചെടുത്ത് അത് കറക്റ്റായിട്ട് ചെയ്തു. അവർ രണ്ടുപേരും അടുത്ത നിമിഷം ഒരുമിച്ച് ആ പവർ പ്രയോഗിക്കുകയാണ്. ഹീറോയുടെ കണ്ണുകളിൽ ഉറഹറയ്ക്ക് കാണാൻ കഴിയും അതിൻ്റെ ഉള്ളിലെ പേടി കുറഞ്ഞ് കോൺഫിഡൻസും ആത്മവിശ്വാസവും അങ്ങനെ എല്ലാം തന്നെ കൂടിയെന്ന്. അവരുടെ രണ്ടുപേരുടെയും പവർ കമ്പൈനായി അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയിൽ ഒരുപാട് പുകയും പീസസും അങ്ങനെ എല്ലാം തന്നെ പുറത്തേക്ക് തെറിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് ഉരഹര ആ പൊട്ടിത്തെറി ഉണ്ടായ ഭാഗത്തേക്ക് വരും. അവിടെ ഇപ്പോൾ വലിയൊരു തുരങ്കം പോലെ ഒന്ന് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഹീറോയുടെ പവർ അത് ശരിക്കും ഇപ്പോൾ ഉരഹര മനസ്സിലായി. അവനെ കൊണ്ട് ഉരഹരയെ കഴിഞ്ഞ് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അവന്റെ പേടിയും ആത്മവിശ്വാസവും ഇല്ലായ്മയാണ് അവനെ പല കാര്യങ്ങളിലും പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ അവന് കോൺഫിഡൻസ് കൊടുത്ത് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവനെ കൊണ്ട് ദ ബെസ്റ്റായി മാറാം. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഹീറോ ഇച്ഛുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് അവനോട് പറയും, ഐ എം സോറി, നിന്നെ ഇത്രയും നേരവും ഇവിടെ നിർത്തി പോസ്റ്റ് ആക്കിയതിന് നീ എന്നോട് ക്ഷമിക്കണം. ഇപ്പോഴാണ് എൻ്റെ പവർ എനിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയത്. ഹ്യൂമൻ വേൾഡിൽ എനിക്ക് പറ്റിയ ചെറിയ തെറ്റ് നിന്നെ വെറുതെ വിട്ടതാണ്. തീർച്ചയായിട്ടും ഇത്തവണ നീ എൻ്റെ കയ്യിൽ നിന്നും മിസ്സാവില്ല എന്ന് പറഞ്ഞ് ഹീറോ അവൻ്റെ ടെക്നിക്ക് പുറത്തെടുത്ത് പവർ റിലീസ് ചെയ്യും. റാഞ്ചിക്കാണെങ്കിൽ ആ പവർ സെൻസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അൺലിമിറ്റഡ് പവർ അത് ഹീറോയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അവനെ കൊണ്ട് ഒരിക്കലും അതിനെ ഡിഫീറ്റ് ചെയ്യാനോ തടയാനോ പറ്റില്ല എന്ന്. റാഞ്ചി ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഹീറോ അവൻ അങ്ങനെ ഫ്ലൈ ചെയ്ത് അവന്റെ സമ്പത്തുമായി ഈ റാഞ്ചിയുടെ അടുത്തേക്ക് വരും. ഹീറോ അവന്റെ അടുത്തേക്ക് വരെ ഉറഹറ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നായിട്ട് അവന്റെ മൈൻഡിൽ അങ്ങനെ റിവൈസ് ആയിക്കൊണ്ടേയിരിക്കും. റാഞ്ചി ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ഹീറോയെ തടുക്കാൻ ശ്രമിക്കും. പക്ഷെ ഞൊട്ടിയടയിൽ ഹീറോ അവന്റെ സ്ക്വാഡ് അത് വെട്ടി തവിട് പൊടിയാക്കി അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് തല്ലി കൊല്ലും. റാഞ്ചിക്ക് മനസ്സിലാവും അവൻ ഇച്ചിഗോയുടെ മുൻപിൽ പരാജയപ്പെട്ടു എന്ന്. ഓ നോ, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് അവനങ്ങനെ നിലവിളിച്ച് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.